നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ ഗുരുതര ആരോപണവുമായി കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ പിതാവ്. മണിക്കൂറുകളോളം മകളെ കാണാതായിട്ട് ആരും അന്വേഷിക്കാതിരുന്നത് ദുരൂഹമെന്ന് പിതാവ്. ബംഗാൾ സർക്കാരിനെ കടന്നാക്രമിച്ച് ഗവർണർ CV ആനന്ദബോസ്. ഡൽഹിയിൽ ആരോഗ്യ പ്രവർത്തകരുടെ വൻ പ്രതിഷേധം. ആടുജീവിതത്തിന്റെ പുരസ്കാര നേട്ടത്തിന്റെ അവകാശി സംവിധായകൻ ബ്ലസി എന്ന് പൃഥ്വിരാജ് സുകുമാരൻ 24-നോട്. ആടുജീവിതം അംഗീകരിക്കപ്പെട്ടതിൽ സന്തോഷമെന്നും താരം. AR റഹ്മാൻ അംഗീകാരം ലഭിക്കാത്തതിൽ നിരാശയെന്ന് ബ്ലസി. കാതലിന് ലഭിച്ച അംഗീകാരത്തിൽ സന്തോഷമെന്ന് ജിയോ ബേബി 24-നോട്. മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് ബീന ആർ ചന്ദ്രൻ. കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതിനിടയിലാണ് അവാർഡ് വിവരം അറിഞ്ഞത്. നാടകമാണ് തന്നെ ഇവിടെ വരെ എത്തിച്ചതെന്നും ഇനിയും അത് തുടരുമെന്നും ബീന ആർ ചന്ദ്രൻ. ജമ്മുകശ്മീരും ഹരിയാനയും പോളിംഗ് ബൂത്തിലേക്ക്. ജമ്മുകശ്മീരിൽ സെപ്റ്റംബർ 18 മുതൽ 3 ഘട്ടമായി വോട്ടെടുപ്പ്. ഹരിയാനയിൽ ഒക്ടോബർ 1 വിധിയെഴുത്ത്. വോട്ടെണ്ണൽ ഒക്ടോബർ 4. ജമ്മുകശ്മീരിൽ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് 10 വർഷത്തിനു ശേഷം. കശ്മീരിലേത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ്. വയനാട് ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചില്ല. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ വീണ്ടും അനിശ്ചിതത്വത്തിൽ. പുഴയുടെ അടിത്തട്ടിൽ കാഴ്ചാപരിധി കുറഞ്ഞതിനാൽ നാളെ തെരച്ചിലില്ല. ദൗത്യം പൂർത്തിയാക്കാൻ 10 ദിവസം കൂടി വേണ്ടിവരുമെന്ന് കാർവാർ MLA. ഡ്രഡ്ജർ എത്താൻ വൈകുമെന്ന് സതീഷ് കൃഷ്ണ സെയിൽ. പുഴയിൽ നിന്ന് വീണ്ടും കണ്ടെത്തിയ ലോഹഭാഗം അർജുന്റെ ലോറിയുടേതല്ല എന്ന് സ്ഥിരീകരണം. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ്. ക്രിമിനലുകളെ സംരക്ഷിക്കുന്നത് പിണറായി വിജയൻ എന്ന് VD സതീശൻ. KK ലതിക സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തതിൽ തെറ്റില്ലെന്ന് EP ജയരാജൻ. യഥാർത്ഥ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് UDF പ്രക്ഷോഭത്തിലേക്ക്. ഈ മാസം 19-ന് SP ഓഫീസ് മാർച്ച്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ UDF-നെ പഴിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി. KK ശൈലജയ്ക്കെതിരെ UDF വ്യക്തിഹത്യയും അധിക്ഷേപ പ്രചാരണവും നടത്തിയെന്ന് MV ഗോവിന്ദൻ. KK ലതിക സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് സതുദ്ദേശത്തോടെയെന്നും സംസ്ഥാന സെക്രട്ടറി. കാഫിർ വിവാദത്തിൽ CPIM-നെ വിമർശിച്ച് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. വീഴ്ചയുണ്ടായ ശേഷം ആരെയും തള്ളിപ്പറഞ്ഞിട്ട് കാര്യമില്ല. വർഗീയ വിഷം ഏശാതെ പോയതിന് ജനങ്ങളോടാണ് നന്ദി പറയേണ്ടതെന്നും PK കുഞ്ഞാലിക്കുട്ടി. ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച ചൂരൽമലയിലും മുണ്ടക്കയിലും ആദ്യഘട്ട സംയുക്ത തെരച്ചിൽ അവസാനിപ്പിച്ചു. നാട്ടുകാർ ആവശ്യപ്പെടുന്ന മേഖലകളിൽ മാത്രം നാളെ മുതൽ പരിശോധന. സർക്കാർ ഉദ്യോഗസ്ഥരുടെ സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശം പുറത്തിറക്കി സർക്കാർ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തെയും ദേശീയപാത അതോറിറ്റിയെയും കക്ഷി ചേർത്ത് ഹൈക്കോടതി. സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി. ദുരിതബാധിതരുടെ പുനരധിവാസം ഉറപ്പാക്കുന്ന കാര്യത്തിലും ശ്രദ്ധ പുലർത്തുമെന്ന് കോടതി. കേസ് ഹൈക്കോടതി അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ട മെമ്മോറാണ്ടം 2 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് മന്ത്രി K രാജൻ. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ചീഫ് സെക്രട്ടറി എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. ദുരന്തത്തെ L3 വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്നും മന്ത്രി. ഹിൻഡൻബർഗ് റിസർച്ചിന് പിന്നാലെ സെബി ചെയർപേഴ്സൺ മാധബി പുരി ബുച്ചിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ്. സെബി ചെയർപേഴ്സണായിരിക്കെ കൺസൾട്ടൻസി സ്ഥാപനം നടത്തി 3.71 കോടി രൂപ സമ്പാദിച്ചു എന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. ഓണക്കാലത്തെ വിപണി ഇടപെടലിനായി സപ്ലൈകോയ്ക്ക് 225 കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ്. ബജറ്റിൽ വകയിരുത്തിയതിനേക്കാൾ 120 കോടി അധികമായി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. കഴിഞ്ഞ മാസം 100 കോടി നൽകിയിരുന്നു. അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. പത്തനംതിട്ടയിൽ ഓറഞ്ച് അലേർട്ട്. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഹോക്കി താരം PR ശ്രീജേഷിന് ജന്മനാടിന്റെ ആദരം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഉജ്ജ്വല സ്വീകരണം. ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ് PR ശ്രീജേഷ്. ISROയുടെ SSLV D3 വിജയകരമായി വിക്ഷേപിച്ചു. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-8 ബഹിരാകാശത്തെത്തിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. 1 വർഷമാണ് ദൗത്യത്തിന്റെ കാലാവധി. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാളെ പുറത്തുവിടാനിരിക്കെ നടി രഞ്ജിനി ഹൈക്കോടതിയിൽ. റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാവശ്യപ്പെട്ടാണ് ഹർജി. അപ്പീൽ തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കും. പാലക്കാട് AIYF-ന് സമാന്തര സംഘടനയുമായി വിമത വിഭാഗം. AIYF-ന് പകരം സമാന്തര സംഘടന രൂപീകരിച്ച് പാലക്കാട് CPIയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നേതാക്കൾ. സേവ് യൂത്ത് ഫെഡറേഷൻ എന്ന സംഘടനയാണ് AIYF-ന് പകരമായി പാലക്കാട് രൂപീകരിച്ചത്.
പാലക്കാട്ടെ സമാന്തര സംഘടനാ പ്രവർത്തനത്തെ വിമർശിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സമാന്തര സംഘടനാ പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് രീതിയല്ല. ആര് സമാന്തര സംഘടനാ പ്രവർത്തനം നടത്തിയാലും കർശന നടപടിയുണ്ടാകുമെന്നും ബിനോയ് വിശ്വം. വടകര ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ശാഖയിൽ വൻ തട്ടിപ്പ്. 26 കിലോ സ്വർണവുമായി മുൻ മാനേജർ കടന്നു കളഞ്ഞു. തമിഴ്നാട് മേട്ടുപ്പാളയം സ്വദേശി മധു ജയകുമാറിനെതിരെ കേസെടുത്ത് വടകര പോലീസ്. തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ടാ കുടിപ്പക. തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ ക്രിമിനൽ കേസ് പ്രതിയെ മർദ്ദിച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് റൌഡി ലിസ്റ്റിലുള്ള ഷിബിലി. പ്രതികൾ സുഹൃത്തുക്കളായ ഇനാസും ഇനാദും. തൃശൂർ പൂരം വെടിക്കെട്ടിന്റെ ദൂരപരിധിയിൽ കേന്ദ്ര സർക്കാരിനെ പരിഹസിച്ച് മന്ത്രി കെ രാജൻ. വെടിക്കെട്ട് കാണാൻ ജനങ്ങൾ നിൽക്കേണ്ട ദൂരപരിധി നിശ്ചയിച്ചത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പെസോ ആണ്. 100 മീറ്റർ ദൂരപരിധിയിൽ കുറവ് വേണമെന്നത് കേരളത്തിന്റെയും തൃശൂരിന്റെയും ആവശ്യമാണ്. ദൂരം കുറയ്ക്കാൻ ശ്രമം നടക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും കെ രാജൻ. കാലിക്കറ്റ് സർവകലാശാലയിൽ MSF SFI പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടൽ. സംഘർഷത്തിൽ 5ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്ക്. MSF മലപ്പുറം ജില്ലാ അധ്യക്ഷൻ കസ്റ്റഡിയിൽ. NSS ജനറൽ സെക്രട്ടറിക്കും ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുമെതിരെ അറസ്റ്റ് വാറണ്ട് എന്നത് വ്യാജ പ്രചാരണമാണെന്ന് G സുകുമാരൻ നായർ. കമ്പനി നിയമങ്ങൾക്ക് വിരുദ്ധമായാണ് NSS പ്രവർത്തിക്കുന്നതെന്ന പരാതിയിൽ എറണാകുളം കോടതിയുടെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണെന്ന് NSS ജനറൽ സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പ്. കോട്ടയം നഗരസഭയിൽ പെൻഷൻ തട്ടിപ്പിൽ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഭരണപ്രതിപക്ഷ അംഗങ്ങൾ. തട്ടിപ്പ് ചർച്ച ചെയ്യാൻ ചേർന്ന അടിയന്തര കൗൺസിലാണ് വിമർശനം. നഗരസഭയിലെത്തി ഫയലുകൾ പരിശോധിച്ച് ക്രൈംബ്രാഞ്ച് സംഘം. കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. പേരാമ്പ്രയിൽ കുടുംബം സഞ്ചരിച്ച കാർ കനാലിലേക്ക് മറിഞ്ഞു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാല്യക്കോട് ഭാഗത്തു നിന്നും മുളിയങ്ങൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് കനാലിലേക്ക് പതിക്കുകയായിരുന്നു. പേരാമ്പ്ര ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ തൊഴിലുറപ്പ് ജോലിക്കിടെ തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. കണ്ടംപറമ്പിൽ അസീസാണ് മരിച്ചത്. മേപ്പയൂർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മലപ്പുറത്ത് KSRTC ബസ്സിൽ യുവതിയെ ശല്യം ചെയ്ത യുവാവിനെ പോലീസിൽ ഏൽപ്പിച്ചു. യുവാവിനെ പിടികൂടിയത് യുവതിയുടെ ബന്ധുക്കൾ ബസ് തടഞ്ഞു. കോന്നി നെടുമൺകാവിൽ സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്ക്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കൂടൽപാക്കണ്ടം സ്വദേശി പ്രദീപിനെ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതി പോലീസിന്റെ പിടിയിൽ. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് DYFI നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ നിർമ്മാണ ചെലവിലേക്ക് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എടച്ചേരി കളിയാമ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ ഒരു ദിവസത്തെ നടവരവ് കൈമാറി. ക്ഷേത്രം ശാന്തി പിലാവിൽ ഇല്ലം ഉണ്ണി. ഒരു ദിവസത്തെ നടവരവ് DYFI ജില്ലാ സെക്രട്ടറി PC ഷൈജുവിന് കൈമാറി. വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്തയ്ക്ക് DGP-ആയി സ്ഥാനക്കയറ്റം. ബിവറേജസ് കോർപ്പറേഷൻ MD സ്ഥാനത്ത് നിന്നും യോഗേഷ് ഗുപ്ത വിജിലൻസ് തലപ്പത്തെത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. പത്തനംതിട്ട തിരുവല്ല കല്ലുങ്കലിൽ സൈക്കിളിൽ നിന്ന് വീണ വയോധികയ്ക്ക് ദാരുണാന്ത്യം. പാപ്പിനാട്ടിൽ വീട്ടിൽ KP മുരളിയാണ് മരിച്ചത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് തിരുവല്ല പോലീസ്. പത്തനംതിട്ട കോന്നി കല്ലേലി എസ്റ്റേറ്റ് വെസ്റ്റ് ഡിവിഷൻ ഭാഗത്ത് കാട്ടാനക്കൂട്ടം. തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്ക് സമീപം ഏറെ നേരം ആനക്കൂട്ടം നിലയുറപ്പിച്ചത് ഭീതി പരത്തി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 19-കാരനെ കാണാതായതായി പരാതി. തൊഴിക്കൽ സ്വദേശി ജസ്റ്റിന്റെ മകൻ സഞ്ജുവിനെയാണ് കാണാതായത്. പോലീസിന്റെ വ്യാപക തെരച്ചിൽ. പാലക്കാട് നെച്ചുള്ളിയിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് വയോധികന് ദാരുണാന്ത്യം. 75 വയസ്സുകാരൻ വേലുവാണ് മരിച്ചത്. അപകടം പുലർച്ചെ സൊസൈറ്റിയിലേക്ക് പാല് കൊണ്ടുപോകുന്നതിനിടെ. കൊല്ലം കൊട്ടാരക്കരയിലെ സ്വകാര്യ ബാർ ഹോട്ടലിൽ തട്ടിപ്പ്. 3 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ ജീവനക്കാർ പിടിയിലായത് ജീവനക്കാരനായ രതിൻ, ശ്രീരാജ് എന്നിവർ. മലപ്പുറം കോട്ടക്കലിൽ കുളത്തിലിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ചിനക്കൽ സ്വദേശി പൂക്കയിൽ മുഹമ്മദ് അലിയുടെ മകൻ മുഹമ്മദ് അഫ്ലഖാണ് മരിച്ചത്. 12 വയസ്സായിരുന്നു. പത്തനംതിട്ട പെരുന്നാട് റബ്ബർ തോട്ടത്തിൽ അസ്ഥികൂടം കണ്ടെത്തി. റബ്ബർ വെട്ടുന്ന തൊഴിലാളികളാണ് അസ്ഥികൂടം കണ്ടത്. അസ്ഥികൂടം മനുഷ്യന്റേതാണോ മൃഗത്തിൻ്റെതാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇടുക്കിയിൽ 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ വീടിനോട് ചേർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തി. ഉടുമ്പൻചോല സ്വദേശി ചിഞ്ചുവിന്റെ 2 മാസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത്. സമീപത്ത് കുട്ടിയുടെ മുത്തച്ഛി ജാൻസിയെയും അവശനിലയിൽ കണ്ടെത്തി. കാസർഗോഡ് ദേശീയ പതാക താഴ്ത്തുന്നതിനിടെ വൈദ്യുതി കമ്പിയിൽ തട്ടി പള്ളി വികാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് തലശ്ശേരി അതിരൂപതാംഗവും മുള്ളേരിയ ഇൻഫന്റ് ജീസസ് പള്ളി വികാരി മാത്യു കുടിലിൽ. ഇന്നലെ വൈകിട്ട് 5:30-ഓടെയാണ് സംഭവം. ദേശീയ പതാക കെട്ടിയ ഇരുമ്പ് ദണ്ട് ഉയർത്തുന്നതിനിടെ വൈദ്യുതി ലൈനിൽ സ്പർശിക്കുകയായിരുന്നു. സംസ്കാരം നാളെ.
കോഴിക്കോട് വീണ്ടും MDMA പിടികൂടി. 75,000 രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുമായി ദിലീപ് ഹരിദാസാണ് പിടിയിലായത്. കൊൽക്കത്തയിൽ ബലാത്സംഗത്തിനിരയായി ഡോക്ടർ കൊല്ലപ്പെട്ടതിൽ കോട്ടയത്തും പ്രതിഷേധം. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജൻസും PG ഡോക്ടേഴ്സും പ്രതിഷേധ മാർച്ച് നടത്തി. കൊൽക്കത്തയിൽ PG വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ഹൗസ് സർജൻസ് അസോസിയേഷൻ പ്രതിഷേധം സംഘടിപ്പിച്ചു. ആശുപത്രിയിലും പരിസരങ്ങളിലും മുദ്രാവാക്യങ്ങളുമായി ഹൗസ് സർജന്മാർ പ്രതിഷേധ പ്രകടനം നടത്തി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീവിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പ്രത്യക്ഷ ഗജപൂജയും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം ട്രസ്റ്റികളായ വേണുഗോപാൽ, ദേവദാസ്, സ്വാമിനാഥൻ, അഡ്വക്കേറ്റ് KV പ്രവീൺ, അഡ്വക്കേറ്റ് ശ്രീരാഗ് എന്നിവർ പങ്കെടുത്തു. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി പ്രധാന അറിയിപ്പുകൾ. കോവളം വെങ്ങാനൂർ ഗേൾസ് HSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ് ഗസ്റ്റ് ലെക്ചർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം ഈ മാസം 24 രാവിലെ 10 മണിക്ക് നടക്കും. കോന്നി SAS SNDP യോഗം കോളേജിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മലയാളം വിഭാഗത്തിൽ ഗവൺമെന്റ് ഗസ്റ്റ് ലെക്ചർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം ഈ മാസം 19-ന്. കുസാറ്റ് എഞ്ചിനീയറിംഗ് വകുപ്പിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 31 വരെ ഓൺലൈനായി അപേക്ഷ നൽകാം. അമ്പലപ്പുഴ ഗവൺമെന്റ് കോളേജിൽ ഗണിതശാസ്ത്ര വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ രജിസ്റ്റർ ചെയ്ത നെറ്റ്, PhD, MSc യോഗ്യതയുള്ളവർക്ക് അപേക്ഷ നൽകാം. ഈ മാസം 21-നകം അപേക്ഷ നൽകണം. നോക്കാം ഇനി ദേശീയ വാർത്തകൾ. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണത്തിൽ ഇന്ത്യയിലും പ്രതിഷേധം. സംഘപരിവാർ അനുഭാവമുള്ള വിവിധ ഹൈന്ദവ സംഘടനകൾ ഡൽഹിയിൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു. ഡൽഹിയിൽ കനത്ത സുരക്ഷ. ഉത്തരാഖണ്ഡിലെ ഉദ്ധം സിംഗ് നഗറിൽ നഴ്സിനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതി ധർമ്മേന്ദ്രകുമാർ പിടിയിൽ. കൊല്ലപ്പെട്ടത് നൈനിറ്റാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്ന നഴ്സ്. ഉത്തർപ്രദേശിലെ റാംപൂർ ജില്ലയിൽ നിന്നാണ് മൃതദേഹം പോലീസ് കണ്ടെടുത്തത്. മധ്യപ്രദേശിൽ 3 ട്രക്കുകൾ കൂട്ടിയിടിച്ച അപകടം. 2 മരണം, 4 പേർക്ക് പരിക്കേറ്റു. അപകടം ഷാജാപൂരിൽ. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ ആക്രമണത്തിൽ ഡൽഹിയിൽ പ്രതിഷേധം. ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി. ഗുസ്തി ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് വിനേഷ് എന്നും ഇത് തങ്ങൾക്ക് അഭിമാന നിമിഷമാണെന്നും നരേന്ദ്രമോദി. 3ാം ഘട്ട ഇന്ത്യ-ജപ്പാൻ 2+2 വിദേശ പ്രതിരോധ യോഗം ഈ മാസം 20-ന് ഡൽഹിയിൽ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാര്യമന്ത്രി S ജയശങ്കറും ഇന്ത്യയെ പ്രതിനിധീകരിക്കും. രാജ്യാന്തര വാർത്തകൾ. പലസ്തീനികൾക്കെതിരായ ഇസ്രയേൽ കുടിയേറ്റക്കാരുടെ ആക്രമണത്തെ അപലപിച്ച് വൈറ്റ് ഹൌസ്. വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻകാർക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വിമർശനം. റഷ്യയുടെ ബോംബർ വിമാനം സൈബീരിയയിലെ ഇർകുഷ്ക് മേഖലയിൽ തകർന്നു വീണു. 1 മരണം, 3 പേർക്ക് പരിക്കേറ്റു. വാർത്ത സ്ഥിരീകരിച്ച് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം. ആഫ്രിക്കയിൽ മങ്കി പോക്സ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളുമായി ചൈന. വൈറസ് വ്യാപനമുള്ള പ്രദേശങ്ങളിൽ നിന്നെത്തുന്നവരെ നിരീക്ഷിക്കാൻ തീരുമാനം. സാധനങ്ങളും കണ്ടെയ്നറുകളും ശുചീകരണത്തിന് വിധേയമാക്കുമെന്ന് ചൈനീസ് പ്രതിരോധ മന്ത്രാലയം. റഷ്യയിലെ കൊർക്കസ് മേഖലയിൽ സൈനിക ഓഫീസ് സ്ഥാപിച്ചതായി യുക്രൈൻ. സുദ്ഷയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തതായി പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കി. ആംപിൽ ചുഴലിക്കാറ്റിൽ വലഞ്ഞ് ജപ്പാൻ. വിമാനങ്ങളും ബുള്ളറ്റ് ട്രെയിനുകളും റദ്ദാക്കി. ടോക്കിയോയിൽ കനത്ത മഴയ്ക്കും കൊടുങ്കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. തായ്വാനിലെ ഹുവാലിയനിൽ ഭൂചലനം. 6.3 തീവ്രത രേഖപ്പെടുത്തിയ ആളപായം ഇല്ല. താജിക്കിസ്ഥാനിലെ ആരോഗ്യ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് $30 മില്യൺ ഗ്രാന്റിന് അംഗീകാരം നൽകി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഐനി, ദംകാര, ദർവാസ് എന്നീ ജില്ലകളിൽ ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കും. അക്രമങ്ങൾക്കിടയിലും ജെറുസലേമിൽ പുതിയ വാസസ്ഥലങ്ങൾ നിർമ്മിക്കാൻ ഇസ്രയേൽ 148 ഏക്കറിൽ നിർമ്മാണം നടത്തും. നിർമ്മാണം സംബന്ധിച്ച് നിർദ്ദേശം തയ്യാറാക്കിയതായി ഇസ്രയേൽ സിവിൽ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. മാനുഷിക സഹായത്തിനായി സുഡാൻ സർക്കാർ പ്രധാന അതിർത്തിയായ അഡ്രെ ക്രോസിംഗ് വീണ്ടും തുറക്കും. ആയുധങ്ങൾ നീക്കാൻ ക്രോസിംഗ് ഉപയോഗിക്കുന്നുവെന്നാരോപിച്ച് ഫെബ്രുവരിയിൽ സുഡാനീസ് സായുധസേന അതിർത്തി ക്രോസിംഗ് അടച്ചിരുന്നു. ടെക്സാസിൽ സ്ട്രീറ്റ് റേസിംഗിനിടെ അപകടം. വാഹനാപകടത്തിൽ 4 പേർ മരിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യ പരിശോധനയ്ക്കായി നേപ്പാൾ വിദേശകാര്യമന്ത്രി അർസ്യു ദ്യൂപാറാണ് അടുത്തയാഴ്ച ഇന്ത്യ സന്ദർശിച്ചേക്കും. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രി സന്ദർശിക്കുമെന്ന് റിപ്പോർട്ട്.
US പ്രതിനിധി സംഘം നാളെ മുതൽ ഇന്ത്യ സന്ദർശിക്കും. US ഇന്ത്യ പങ്കാളിത്തം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് സാമ്പത്തിക വികസനം, കാലാവസ്ഥ, നയം തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യും. നോക്കാം ഇനി ബിസിനസ് വാർത്തകൾ. സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. ഇന്ന് ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 6565 രൂപയായി. 80 രൂപ ഉയർന്ന് 52,520 രൂപയാണ് ഒരു പവന്റെ വില. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം അടുത്തയാഴ്ച ഇന്ത്യ സന്ദർശിക്കും. വ്യാപാര മേഖലയിൽ തന്ത്രപ്രധാനമായ കരാറുകളിൽ ഒപ്പുവയ്ക്കും. ഇന്ത്യയിൽ മലേഷ്യൻ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിലും മലേഷ്യയിലെ ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും ചർച്ചകളുണ്ടാകും. പ്രോപ്പർട്ടി മാർക്കറ്റും ദുർബലമായ ഉപഭോഗവും ചൈനയ്ക്ക് വീണ്ടും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. വ്യാവസായിക ഉൽപ്പാദനവും കുറഞ്ഞു. അതേസമയം റീറ്റെയിൽ വിൽപ്പന വർദ്ധിച്ചതായി റിപ്പോർട്ടിൽ. ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ കയറ്റുമതി കുതിച്ചുയരുന്നു. ഇന്ത്യയുടെ US-ലെ മെഡിസിൻ വിപണി വിഹിതം 2023 13.1% ഉയർന്നു. 100 ന്യൂസിലേക്ക് വീണ്ടും. ബഗ് ഫിക്സുകൾ, സിസ്റ്റം സ്റ്റെബിലിറ്റി മെച്ചപ്പെടുത്തലുകൾ എന്നിവയുടെ ആപ്പിൾ iOS 18 പബ്ലിക് ബീറ്റ 4 പുറത്തിറക്കി. iOS 18 പബ്ലിക് ബീറ്റ 4 ഉപയോഗിച്ച് ആപ്പിൾ മ്യൂസിക്കിലെ ബ്രൗസ് ടാബിന്റെ പേര് മാറ്റി. പുതിയ AI ഫീച്ചറുമായി OnePlus Nord CE Lite 5G. Nord CE 4 ലൈറ്റിന്റെ AI ഫീച്ചർ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രമേ ലഭിക്കൂ. ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ വർധന. കയറ്റുമതിയിലുണ്ടായ വർധനവ് 7.2%. 35 ദശലക്ഷം സ്മാർട്ട് ഫോണുകൾ കയറ്റുമതി ചെയ്തതായി റിപ്പോർട്ടുകൾ. ഹോണറിന്റെ AI അടിസ്ഥാനമാക്കിയുള്ള ഐ ട്രാക്കിംഗ് ഫീച്ചർ ആഗോളതലത്തിൽ പുറത്തിറക്കാനൊരുങ്ങുന്നു. ചൈന ഒഴിച്ച് മറ്റ് രാജ്യങ്ങളിൽ ഈ മാസം 27-ന് ഐ ട്രാക്കിംഗ് ഫീച്ചർ അവതരിപ്പിക്കാനൊരുങ്ങി കമ്പനി. കായിക വാർത്തകൾ. പ്രോ കബഡി ലീഗിന്റെ താരലേലത്തിന്റെ ആദ്യ ദിനത്തിൽ സച്ചിൻ തവാർ വിലയേറിയ താരം. സച്ചിനെ തമിഴ് തലൈവ സ്വന്തമാക്കി. 2.15 കോടി രൂപയ്ക്കാണ് സ്വന്തമാക്കിയത്. സൂപ്പർ താരം നെയ്മർ തിരികെ കളത്തിലേക്ക്. അടുത്ത മാസം അൽ ഇത്തിഹാദിനെതിരായ മത്സരത്തിൽ അൽ ഹിലാലിൽ താരം കളിക്കുമെന്ന് റിപ്പോർട്ടുകൾ. പാരീസ് പാരാലിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ഷോട്ട്പുട്ട് താരം ഭാഗ്യശ്രീ ജാദവും ജാവലിൻ താരം സുമിത് അന്തിലും ഇന്ത്യൻ പതാകവാഹകരാകും. 84 അംഗ സംഘമാണ് 28-ന് തുടങ്ങുന്ന പാരാലിമ്പിക്സിൽ ഇന്ത്യക്കായി ഇറങ്ങുക. കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. വൈറലായി നസ്രിയയുടെ പുതിയ ലുക്ക്. മുടിമുറിച്ചുള്ള ചിത്രമാണ് നസ്രിയ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത്. ഫാക്ട് ചെക്ക്. ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ പതാക ഉയർത്തിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. ആളുകൾ തെരുവിലിറങ്ങി പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിക്കുന്നതും വീഡിയോയിൽ കാണാം. എന്നാൽ പ്രചരിക്കുന്ന വീഡിയോ കാനഡയിൽ നിന്നുള്ളതാണ്. 2023 ഓഗസ്റ്റ് 23-ന് നടന്ന പ്രക്ഷോഭത്തിലെ വീഡിയോ ആണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. നാളത്തെ വാർത്തകൾ. വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിന് കീഴിൽ പ്രവർത്തിക്കുന്ന വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിൽ പ്രീ പ്രസ് ഓപ്പറേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെ. വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ. പറവൂർ താലൂക്ക് വികസന സമിതി യോഗം നാളെ. യോഗം രാവിലെ 10:30-ന് താലൂക്ക് ഓഫീസിൽ നടക്കും. വയനാട് എടപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ പാർട്ട് ടൈം അറബിക് അധ്യാപക നിയമനം നടത്തുന്നു. അഭിമുഖം നാളെ. മാവേലിക്കര ബിഷപ്പ് മോർ കോളേജിൽ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. നാളെ രാവിലെ 9 മണി മുതൽ കോളേജ് ഓഡിറ്റോറിയത്തിലാണ് ജോബ് ഫെയർ നടക്കുക. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് G മുരളീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം വേങ്ങര കറുക ഗവൺമെന്റ് ഹൈസ്കൂളിൽ HST മലയാളം തസ്തികയിലേക്ക് താൽക്കാലിക അധ്യാപക നിയമനം നടത്തുന്നു. അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക് ഓഫീസിൽ വെച്ച്. നോക്കാമിനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ശതകോടീശ്വരൻ തക്സിൻ ഷിനവത്രയുടെ മകൾ തായ്ലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി. 37 വയസ്സുകാരിയായ പെറ്റോങ്ടൺ തായ്ലൻഡിന്റെ എക്കാലത്തെയും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ്. പാകിസ്ഥാനിൽ ആദ്യത്തെ എംപോക്സ് കേസ് സ്ഥിരീകരിച്ചു. ആഫ്രിക്കയ്ക്ക് പുറമെ എംപോക്സ് സ്ഥിരീകരിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് പാകിസ്ഥാൻ. ഗസയിലെ അൽമവാസി അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രയേലിന്റെ വ്യോമാക്രമണം. 4 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 3 പേർ കുട്ടികൾ.
100 ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.